നമസ്കാരം. കഴിഞ്ഞ ദിവസം ഹെൽപ്പ് ലൈനിൽ നമ്മുടെ പെട്ടെന്നൊരു ഫോൺ വന്നു. നമ്മുടെ കുറേ നാളായിട്ട് ഫോളോ അപ്പിലൊരു അമ്മയാണ്. അമ്മയ്ക്ക് 65-70 വയസ്സുണ്ട്. 4-5 കൊല്ലമായിട്ട് ഉള്ള റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പേഷ്യൻ്റാണ്. ആ പേഷ്യൻ്റ് വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് അമ്മ വിളിച്ച് പറഞ്ഞത് വായ മൊത്തം പൊട്ടി, ആഹാരം കഴിക്കാൻ പറ്റുന്നത്. ഇതാണ് കംപ്ലയിൻറ്റ്. അവർ അറ്റൻഡ് നമ്മൾക്ക് വന്ന് എനിക്ക് വന്ന് പറഞ്ഞു, സാർ എങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, മെത്തോട്രെക്സേറ്റ് കഴിക്കുന്ന പേഷ്യൻ്റ് ആണോ എന്നുള്ളതാണ് ഫസ്റ്റ് ചോദ്യം. ആണ്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു മിക്കവാറും ഡെയിലി എടുത്ത് കഴിച്ച് കാണും. ഈ അമ്മയെ വിളിച്ചപ്പോൾ അമ്മ പറയുന്നില്ല, ഞാൻ കറക്റ്റായിട്ട് ആഴ്ച ഒരിക്കലാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞു പെട്ടെന്ന് തന്നെ വന്നോളൂ എന്ന് പറഞ്ഞു. വന്നു കഴിഞ്ഞ് നോക്കിയപ്പോൾ അമ്മയുടെ അപ്പോൾ നമ്മൾ അഡ്മിറ്റ് ചെയ്തു. കാരണം വായ എല്ലാം പൊട്ടിയിരിക്കുക. വന്നു കഴിഞ്ഞാൽ വായ മൊത്തം പൊട്ടിയിരിക്കുന്നു. കൗണ്ട് നോക്കുമ്പോൾ വെറും 2500 ഉള്ളൂ. അപ്പോൾ അമ്മയുടെ പറഞ്ഞു എന്തായാലും നമുക്ക് അഡ്മിറ്റ് ആക്കാം. അമ്മയെ അഡ്മിറ്റായിട്ട് IV ഫ്ലൂയിഡ് കൊടുത്തു. എന്നിട്ട് അമ്മയുടെ ടാബ്ലറ്റ് എടുത്ത് നോക്കി. നമ്മൾ ടാബ്ലറ്റ് എടുത്ത് നോക്കിയപ്പോൾ അമ്മ പറയുന്നത് മെത്തോട്രെക്സേറ്റ് ആഴ്ച ഒരിക്കലേ കഴിച്ചിട്ടുണ്ട്. പക്ഷേ മെത്തോട്രെക്സേറ്റിൻ്റെ പെട്ടി കിടക്കുന്നത് മെത്തോട്രെക്സേറ്റ് പാക്കറ്റില്ല. ആ പാക്കറ്റിൽ കിടക്കുന്ന HCQ ആണ്. HCQൻ്റെ ഇതിലമ്മ എന്തെടുത്ത് വെച്ചു, മെത്തോട്രെക്സേറ്റ് മാറ്റി വെച്ചു. അമ്മ എടുത്തു കഴിഞ്ഞ് അമ്മ എവിടെയോ ട്രിപ്പിന് പോയി. അത് സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഇത് പണ്ട് കോമൺ ആയിട്ട് വരുന്നൊരു പ്രശ്നമായിരുന്നു. ഈ മെത്തോട്രെക്സേറ്റ് ഡെയിലി എടുത്ത് കഴിക്കും ആൾക്കാർ അറിയാതെ. 2010 ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് ഭയങ്കര കോമൺ ആയിരുന്നു. കാരണം ഈ മെത്തോട്രെക്സേറ്റ് ഒന്നും അന്ന് അവൈലബിൾ അല്ല. അപ്പോൾ ചില മെഡിക്കൽ സ്റ്റോറിലേ കാണുന്നത്. മെഡിക്കൽ സ്റ്റോറുകാർക്ക് ഇത് അറിയത്തില്ല എങ്ങനെയാണ് കഴിക്കേണ്ടത്. അപ്പോൾ അവർ എടുത്ത് കൊടുക്കും. അത് കഴിഞ്ഞ് കുറേ നമ്മൾ കൗൺസിലിംഗ് ചെയ്ത് പലപ്പോഴും ഇപ്പോൾ നമ്മൾ കെയർ വരുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെത്തോട്രെക്സേറ്റ് ഒരു പ്രത്യേക കവറിൽ മാത്രമേ നമ്മൾ ഡിസ്പെൻസ് ചെയ്യത്തുള്ളൂ. മെത്തോട്രെക്സേറ്റ് ശനിയാഴ്ച മാത്രം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ നമ്മുടെ എല്ലാ സെൻറ്റേഴ്സിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ പ്രിൻറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് അത് ഡിസ്പെൻസ് ചെയ്യുന്നതിനൊരു അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ആൾക്കാർ പ്രിൻറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് ആൾക്കാർ എടുക്കില്ല. അപ്പോൾ അത് കുറച്ച് കുറവാണ് ഇപ്പോൾ. പക്ഷേ ഇതിൽ പറ്റുന്നൊരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെത്തോട്രെക്സേറ്റ് എന്ന് പറയുന്ന ഡ്രഗ് പലപ്പോഴും ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ എടുക്കാവൂ. ഡെയിലി എടുത്തു കഴിഞ്ഞാൽ അത് പലപ്പോഴും ഭയങ്കര ഒരു 2-3 ഇരട്ടി ഡോസ് പോയി കഴിഞ്ഞാൽ പലതരത്തിലും സൈഡ് എഫക്റ്റ് ഉണ്ടാക്കും. അത് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒന്ന്, നമുക്ക് വായ പൊട്ടുക എന്നുള്ളതായിരിക്കും ആദ്യത്തെ സൈഡ് എഫക്റ്റ്. വായ മാത്രമല്ല, വായും നാക്കും ഒക്കെ പൊട്ടും. അതുകൂടാതെ നമ്മുടെ തൊണ്ട പൊട്ടി ആഹാരം കഴിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. മ്യൂക്കോസൈറ്റിസ് എന്ന് പറയും. മ്യൂക്കോസ് മൊത്തം പൊട്ടും. അതുകൂടാതെ നമ്മുടെ ബോൺ മാരോ എന്നാണ് നമുക്ക് രക്തം ഉണ്ടാകുന്നത്. ആ രക്തത്തിൻ്റെ കൗണ്ട് ഭയങ്കരമായിട്ട് കുറയും. ബോൺ മാരോ സപ്രഷൻ ഉണ്ടാകും. അതുകൂടാതെ SGPT SGOT കൂടുകയും ചെയ്യാം. ആ മെത്തോട്രെക്സേറ്റ് ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും സീരിയസ് ആയിട്ട് സൈഡ് എഫക്റ്റ്. കാരണം മെത്തോട്രെക്സേറ്റ് ഡെയിലി കഴിച്ച് കഴിഞ്ഞാൽ ക്യാൻസർ കഴിക്കുന്ന ഡോസിൽ, നമ്മളിപ്പോഴും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് കൊടുക്കുന്നത് ക്യാൻസറിൻ്റെ കൊടുക്കുന്നതിന് 5%, 6%, 1% ഡോസിലൊക്കെയാണ്. വളരെ ചെറിയ ഡോസിൽ. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഓവർ ഡോസ് കഴിച്ചു കഴിഞ്ഞാൽ എന്താ പറ്റുക, ഈ ഒരു 2-3 ഇരട്ടി ഡോസിൽ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ മെത്തോട്രെക്സേറ്റ് കഴിക്കുന്നവരോട് പറയാനുള്ളത്, എപ്പോഴും നമ്മൾ മെത്തോട്രെക്സേറ്റ് ഭയങ്കര കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യാവും. അപ്പോൾ പ്രായമുള്ള അച്ഛനമ്മമാരുണ്ടെങ്കിൽ അവരോട് ഒന്നെങ്കിൽ അവർക്ക് വ്യക്തമായി മനസ്സിലാക്കുക, ഇത് മെത്തോട്രെക്സേറ്റ് ടാബ്ലറ്റ് ഇതാണ്, ഇത് ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കാൻ പാടുള്ളൂ എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇപ്പം ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കഴിയുന്ന നിങ്ങൾ തന്നെ ശനിയാഴ്ച ദിവസം ഓർത്തത് മാറ്റി ആ ഗുളിക മാറ്റി വെച്ച് ശനിയാഴ്ച രാവിലെയും വൈകിട്ടും എടുത്ത് കൊടുത്തതാണ് നല്ലത്. ഇപ്പോൾ ശനിയാഴ്ച നിങ്ങൾ വീട്ടിൽ ഞായറാഴ്ച ആണെന്നുണ്ടെങ്കിൽ മക്കൾക്ക് ചെയ്യാവുന്നൊരു സിമ്പിൾ കാര്യം, നിങ്ങൾ ഹോളിഡേ ഉള്ള ദിവസം അമ്മയ്ക്ക് രാവിലെയും വൈകിട്ടും ആ ഗുളിക എടുത്ത് കൊടുക്കാൻ നിങ്ങൾ ഓർക്കുക. നിങ്ങളെടുത്ത് മാറ്റി വയ്ക്കുക. അതാണ് സിമ്പിൾ. അപ്പോൾ ശനിയാഴ്ച കഴിച്ചത് ഞായറാഴ്ച കഴിച്ചാൽ ഒരു കുഴപ്പം വരാൻ പോകുന്നില്ല. ആഴ്ചയിൽ ഒരു ദിവസം തന്നെയാണ് കഴിക്കേണ്ടത്. ഞായറാഴ്ച കൊടുത്താൽ മതി. അത് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക്, ഇപ്പം ശനിയാഴ്ച വീട്ടിലില്ലാത്ത മക്കളാണ്, ഞായറാഴ്ചയേ ഉള്ളൂ എങ്കിൽ ഞായറാഴ്ച അത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അത് മാനേജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരിക്കലും അത് തെറ്റിപ്പോകത്തുമില്ല. അത് സാധാരണ കഴിക്കുന്ന ഗുളികയുടെ പെട്ടിയിൽ നിന്ന് മാറ്റി വയ്ക്കുക എന്നുള്ളത് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു കാര്യമാണ്. കാരണം ആ ഗുളികയുടെ പെട്ടിയിലാണെങ്കിൽ ചിലപ്പോൾ അത് തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഗുളിക കഴിക്കുമ്പോൾ അതൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കാം, മെത്തോട്രെക്സേറ്റ് തന്നെയാണല്ലോ, മാറിയിട്ടില്ലല്ലോ എന്ന്. അതുപോലെ തന്നെ HCQ കഴിക്കുമ്പോൾ ഗുളിക ഒന്ന് വായിച്ച് നോക്കി കളർ നോക്കി വെക്കുന്നത്, വായിച്ചില്ലെങ്കിൽ കളറെങ്കിലും നോക്കി വെക്കുന്നത് വളരെ ഹെൽപ്ഫുള്ളാണ്. എപ്പോഴും ഗുളിക കഴിക്കുമ്പോൾ ഏത് ഗുളികയാണ് കഴിക്കുന്നത് കറക്റ്റ് ആണെന്നുള്ളത് നമ്മളെപ്പോഴും ഉറപ്പ് വരുത്തുക. അപ്പോൾ മെത്തോട്രെക്സേറ്റ് ഡെയിലി കഴിച്ചു, എന്താ ചെയ്യാം? മെത്തോട്രെക്സേറ്റ് രാവിലെ ശനിയാഴ്ച കഴിക്കേണ്ട ഗുളിക ശനിയാഴ്ചയും ഞായറാഴ്ചയും കഴിച്ചു, എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? സാധാരണ ഇങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, ഫോളിക് ആസിഡ് ടാബ്ലറ്റ് നിങ്ങൾ കഴിക്കുന്നുണ്ടല്ലോ ചൊവ്വയും വ്യാഴവും, അത് ആൻറ്റിഡോട്ടാണ്. മെത്തോട്രെക്സേറ്റിൻ്റെ എഫക്റ്റിനെ സൈഡ് എഫക്റ്റിനെ കുറയ്ക്കുന്ന മരുന്നാണ്. അപ്പോൾ ഈ ഫോളിക് ആസിഡ് മെത്തോട്രെക്സേറ്റ് കഴിച്ചതിൻ്റെ കൂടെ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ മെത്തോട്രെക്സേറ്റ് 2 നേരം കഴിച്ചു നിങ്ങൾ അറിഞ്ഞിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഫോളിക് ആസിഡ് രാവിലെയും വൈകിട്ട് ഒരു 3-4 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു സൈഡ് എഫക്റ്റ് കുറഞ്ഞു കിട്ടും. എന്നിട്ടും കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു വൈദ്യസഹായം തേടണം, ഹോസ്പിറ്റലിൽ വരണം, ഡോക്ടറോട് പറയണം. സാധാരണ മെത്തോട്രെക്സേറ്റ് 2 ദിവസം കഴിച്ചിട്ട് നിങ്ങൾക്ക് വലിയ സിംറ്റം ഇല്ല, വായ പൊട്ടിയിട്ടില്ലെങ്കിൽ ഫോളിക് ആസിഡ് വെച്ച് മാനേജ് ചെയ്യാം. പക്ഷേ നിങ്ങൾ ഫോളിക് ആസിഡ് കഴിച്ചിട്ടും ശരിയാകുന്നില്ല, അതായത് നിങ്ങൾ ശനിയാഴ്ച കഴിച്ചു, ശനിയാഴ്ച രാവിലെയും വൈകിട്ടും കഴിച്ചു, ഞായറാഴ്ചയും രാവിലെയും വൈകിട്ടും കഴിച്ചു, അപ്പോൾ 4 ഡബിൾ ഡോസിലെടുത്തു. തിങ്കളാഴ്ച ആകുമ്പോൾ വായ പൊട്ടുന്നുണ്ടെങ്കിൽ ഫോളിക് ആസിഡ് പെട്ടെന്ന് തന്നെ എടുത്ത് കഴിക്കുക. ചൊവ്വാഴ്ചയും വീണ്ടും ഇത് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്, പനി വരുന്നു, അങ്ങനെ ശരിയാകുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കഴിയുന്നതും ഡോക്ടറെ കാണിച്ച് കൗണ്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ മറുമരുന്നുണ്ട്, ഫോളിനിക് ആസിഡ് എന്ന് പറയും. അത് ഇഞ്ചക്ഷനായിട്ട് കൊടുക്കുന്ന ഒരു മരുന്നാണ്. ഇഞ്ചക്ഷനാണ് ഫോളിനിക് ആസിഡ് കൊടുത്തു കഴിഞ്ഞാൽ പതുക്കെ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഒരു 1-2 3-4 ദിവസം കൊണ്ട് പതുക്കെ അത് സെറ്റിലാകുകയും
5-6 ദിവസം കഴിയുമ്പോൾ നോർമലായിട്ട് ശരിയാകുകയും ചെയ്യും. പക്ഷേ എസ്പെഷ്യലി പ്രായമായ ആളുകൾ എടുക്കുമ്പോൾ വളരെയധികം ഇത് നമ്മൾ സൂക്ഷിക്കണം. അതായത് 60-70 വയസ്സുള്ളവർക്ക് നമുക്കറിയാം അവരല്ലെങ്കിൽ കുറച്ച് വീക്കാണ്. അപ്പോൾ അവർക്ക് ഈ ഓവർഡോസ് പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഗുരുതരാവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം പലപ്പോഴും രോഗിക്ക് മനസ്സിലാകത്തില്ല മെത്തോട്രോക്സിറ്റ് ഓവർഡോസ് ചെയ്തിട്ടുണ്ടെന്ന്. കാരണം അവർ കഴിക്കുന്നത് മെത്തോട്രോക്സിറ്റ് പലപ്പോഴും അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല കഴിക്കുന്നത്. അവർ പലപ്പോഴും നോക്കുന്നത് വായ പൊട്ടിയെന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ നിങ്ങളോട് പറയാനുള്ള ഒരു വളരെ സിമ്പിൾ ടിപ്പ്, നിങ്ങളുടെ വായ ഭയങ്കരമായിട്ട് പൊട്ടുന്നു, അല്ലെങ്കിൽ ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര മ്യൂക്കോസൈറ്റിസ് ആയിരിക്കും, ചെറിയൊരു ഇത് ആസിഡ് അൾസറൊന്നുമില്ല കേട്ടോ, വളരെ നന്നായിട്ട് സിവിയറായിട്ട് വായ പൊട്ടുന്നുണ്ടെങ്കിൽ അത് മെത്തോട്രോക്സിറ്റ് ഓവർഡോസ് ആകാനുള്ള സാധ്യതയാണ്. നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. എന്നിട്ട് മെത്തോട്രോക്സിറ്റ് ഗുളികയുടെ എണ്ണം നോക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾ 10 ഗുളികയാണ് മേടിച്ചുകൊണ്ട് വന്നത്. മാസത്തിൻ്റെ ആദ്യം വന്നപ്പോൾ നിങ്ങൾ 10 ഗുളിക മേടിച്ചുകൊണ്ട് വന്നു. അത് 1.5 മാസത്തേക്ക് തികയേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ തന്നെ നോക്കുമ്പോൾ 5 ഗുളിക, ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ 5 ഗുളിക തീർന്നെങ്കിൽ എന്താ മനസ്സിലാക്കേണ്ടത്? അത് അറിയാതെ നിങ്ങളെടുത്ത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് സൂക്ഷിക്കുക. അപ്പം ഇത് പറഞ്ഞു വന്ന ഒരു സിമ്പിളായിട്ടുള്ള കാര്യം, മെത്തോട്രെക്സേറ്റ് ഈസ് ഹാൻഡിൽ വിത്ത് കെയർ. വളരെ എഫക്റ്റീവായിട്ടുള്ള മെഡിസിനാണ്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് ഇത്രയും ചീപ്പായിട്ടുള്ള, നമ്മൾ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്, ഈ ചികിത്സയിൽ തന്നെ വന്ന ഏറ്റവും നല്ല മെഡിസിനുകളിൽ ഒന്നാണ് മെത്തോട്രെക്സേറ്റ്. പക്ഷേ നമുക്കറിയാം അധികമായാൽ അമൃതും വിഷം. അതുകൊണ്ട് ഓവർ ഡോസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള സൈഡ് എഫക്റ്റ് ഇത് മെത്തോട്രെക്സേറ്റ് ഉണ്ടാക്കും.